അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 52-ാമത്തെ ശ്ലോകം മുതൽ 62 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് ആ അമ്മയുടെ ചരണകമലങ്ങളിൽ സാദരം സമർപ്പിക്കുന്നത്. ഏതാൻ രാജസുതാം ത്യക്ത്വാ സസൈന്യാൻ സായുധാനധ കിമേനം രാജപുത്രീ സാ വരിഷ്യതി മഹാഭുജം. യുധാജിദധ രാജേശസ്താനുവാച മഹീപതിൻ അഹമേനം ഹനിഷ്യാമി കന്യാർത്ഥേ നാത്ര സംശയ. കേരളാധിപതി പ്രാഹ തം തദാ നീതിസത്തമ. നാത്ര യുദ്ധം പ്രകർത്തവ്യം രാജൻ ഇച്ഛാസ്വയംവരേ. ബലേന ഹരണം നാസ്തി നാത്ര ശുൽക്കസ്വയംവര. കന്യേച്ഛയാത്ര വരണം വിവാദ കീദൃശസ്ത്വിഹ. അന്യായേന ത്വയാ പൂർവമസൗ രാജ്യാത് പ്രവാസിത. ദൗഹിത്രായാർപ്പിതം രാജ്യം ബലവൻ നൃപസത്തമ. കാകുൽസ്ഥോയം മഹാഭാഗ കോസലാധിപതേ സുത. കഥമേനം രാജപുത്രം ഹനിഷ്യസി നിരാഗസം.
ലപ്സ്യസേ തദ്ഫലം നൂനമനയസ്യ നൃപോത്തമ ശാസ്താസ്തി കശ്ചിദായുഷ്മൻ ജഗതോസ്യ ജഗത്പതി ധർമ്മോ ജയതി നാധർമ്മ സത്യം ജയതി നാനൃതം മാനയം കുരു രാജേന്ദ്ര ത്യജ പാപമതിം കില ദൗഹിത്രസ്തവ സംപ്രാപ്ത സോപി രൂപസമന്വിത രാജ്യയുക്തസ്തഥാ ശ്രീമാൻ കഥം തം ന വരിഷ്യതി അന്യേ രാജസുതാ കാമം വർത്തന്തേ ബലവത്തരാ കന്യാ സ്വയംവരേ കന്യാ സ്വീകരിഷ്യതി സാമ്പ്രതം വൃതേ തഥാ വിവാദഃ ക പ്രവദന്തു മഹീഭുജ പരസ്പരം വിരോധോത്ര ന കർത്തവ്യോ വിജാനത. ശ്രീ ജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ഏകോനവിംശോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 52-ാമത്തെ ശ്ലോകം മുതൽ 62 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൈന്യത്തോടെ വന്നവരെ ഉപേക്ഷിച്ചു ശശികല, സൈന്യമില്ല മഹാബാഹുവിനെ വേൾക്കുമോ. യുധാജിത്വതു കേട്ടു അവരോടു ചൊല്ലിയേവം, കന്യകയ്ക്കു വേണ്ടി ഞാനും ഇവനെ കൊല്ലും. ഇതു കേട്ടു നീതിമാനാം കേരള രാജാവു ചൊല്ലി, ഇച്ഛാസ്വയംവരമിതു യുദ്ധം പാടില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കന്യകയെ ബലമായി കൊണ്ടുപോകാനും പാടില്ല, കാരണമീതു ശുൽക്ക സ്വയംവരമല്ല. കന്യക ഇച്ഛിക്കുന്നോനെ സ്വീകരിക്കും, തർക്കമില്ല. കേൾക്കൂ, വിവാദങ്ങൾക്കിനി സ്ഥാനവുമില്ല. ഒരു ന്യായവുമില്ലാതെ പണ്ടു രാജ്യഭ്രഷ്ടനാക്കി, ബലമായി രാജ്യത്തിനെ ദൗഹിത്രനേകി. കാകുൽസ്ഥനാമീവൻ കോസല രാജാവിൻ പുത്രനല്ലോ, എന്തിനു വധിച്ചിടുന്നു സുദർശനനെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
നയമില്ലായ്മ തൻ ഫലം അനുഭവിച്ചിടും നൂനം ജഗത്തിനു ശാസകനാം ഈശ്വരനുണ്ട്. ധർമ്മമാണു ജയിക്കുക അധർമ്മമല്ലെന്നറിയുക, സത്യമാണു ജയിക്കുക അസത്യമല്ല. ദുർനയത്തെ ഉപേക്ഷിക്കൂ, നീതിബോധം കാണിക്കുക, പാപബുദ്ധി ഉപേക്ഷിക്കൂ, സ്വസ്ഥനായിടൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അങ്ങയുടെ ദൗഹിത്രനും വന്നിട്ടുണ്ട്, ശത്രുജിത്തും അതീവ സുന്ദരൻ തന്നെ, രാജ്യവുമുണ്ട്. അതുപോലെ ശ്രീമാനവൻ എന്തുകൊണ്ട് ശശികല അവനെ വരിക്കുന്നില്ല, അദ്ഭുതം തന്നെ. ബലമുള്ള നിരവധി രാജാക്കന്മാർ വന്നിട്ടുണ്ട്, സ്വയം വരിക്കുന്നവനെ സ്വീകരിച്ചിടും. അതുകൊണ്ടു എന്തിനാണു വിവാദങ്ങൾ നിങ്ങൾ ചൊല്ലൂ, അറിവുള്ളോർ പരസ്പരം വിരോധം വേണ്ട. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ, അമ്മയുടെ ഒരു ശ്ലോകത്തോടുകൂടി നമുക്കിന്ന് ആരംഭിക്കാം. പതിവ് പോലെ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവി ഭാഗവതം പുരാണതിലകം, ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം ഇന്ന് 265 ദിവസം, തൃതീയ സ്കന്ധം 19 അധ്യായത്തിൽ 52 ശ്ലോകം മുതൽ 62 കൂടിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നു. അതിനു മുമ്പായി മറ്റൊരു സന്തോഷം കൂടി പങ്കുവെക്കട്ടെ. നാളെ മുതൽ, അതായത് ഫെബ്രുവരി 15 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷം മാഹാത്മ്യ പ്രഭാഷണത്തോടുകൂടി മറ്റൊരു സപ്താഹം കൂടി ഈ ഉള്ളവൻ്റെ ആചാര്യതയിൽ ആരംഭിക്കുകയാണ്. എറണാകുളം ആ ടൗണിൽ തന്നെയുള്ള TDM ഹാളിലാണ് കാലത്ത് 6:30 മുതൽ വൈകുന്നേരം 6:30 വരെയുള്ള സമയത്ത്
ഈ സപ്താഹം ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം അരങ്ങേറുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എറണാകുളത്തോ സമീപത്തോ ഉള്ള ആളുകൾ അവിടെ വന്നാൽ ഭാഗവതം കേൾക്കാനുള്ള സൗകര്യമുണ്ട്. വരുന്നത് സന്തോഷമാണ്. നിങ്ങൾ വരിക, നിങ്ങളുടെ ബന്ധുക്കൾ എറണാകുളത്തൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക. അങ്ങനെ ഭാഗവതം കേൾക്കാനുള്ള ഒരവസരം എല്ലാവരും അറിയിച്ചു. അവരവരുടെ സൗകര്യം പോലെ സമയം പോലെ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് ഈ യജ്ഞം എന്നുകൂടി എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഈ ദേവി ഭാഗവതം 51-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ഇന്ന് 52-ാമത്തെ ശ്ലോകം മുതൽ 62 കൂടിയുള്ള ശ്ലോകങ്ങളാണ്. അതോടുകൂടി ഈ 19-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കപ്പെടും. ശശികലയുടെ സ്വയംവരത്തിനെത്തിയ രാജകുമാരന്മാർ പരസ്പരം സുദർശനനെ കുറിച്ച് പറയുന്നിടത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഏതാൻ രാജസുതാം സ്ത്യക്ത്വാ സസൈന്യാൻ സായുധാനധ കിമേനം രാജപുത്രീ സാ വരിഷ്യതി മഹാഭുജം. സൈന്യസമേതം ആയുധങ്ങളുമായി സൈന്യങ്ങളുമായി എത്തിച്ചേർന്നിരിക്കുന്ന ഈ രാജകുമാരന്മാരെ എല്ലാം ഉപേക്ഷിച്ച് കിമേനം രാജപുത്രീ സാ വരിഷ്യതി മഹാഭുജം, ഈ മഹാബാഹുവായിരിക്കുന്ന മഹാഭുജനായിരിക്കുന്ന സുദർശനനെ ഈ ദേവി, ഈ രാജകുമാരി സ്വീകരിക്കുമോ? അവരുടെ സംശയമാണ്. യുധാജിതധരാജേഷസ്ഥാനുവാച മഹീപതിൻ. അത് കേട്ടപ്പോൾ ആ രാജേഷനായിരിക്കുന്ന രാജപ്രമുഖനായിരിക്കുന്ന യുധാജിത്ത് എന്താ പറഞ്ഞത്? അഹമേനം ഹനിഷ്യാമി കന്യാർത്ഥേനാത്ര സംശയ. ആ കന്യകയ്ക്ക് വേണ്ടി, അവൾ എൻ്റെ ദൗഹിത്രൻ്റെ പത്നിയാവണം, അതിനു വേണ്ടി വന്നാൽ ഞാൻ ആ സുദർശനനെ കൊല്ലും. നാത്ര സംശയ, ഒരു സംശയവുമില്ല. തീർച്ചയായും സുദർശനൻ എൻ്റെ വാളിന് ഇരയാവും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴോ കേരളാധിപതി പ്രാഹ തം തദാ നീതി സത്തമ നാത്ര യുദ്ധം പ്രകർത്തവ്യം രാജൻ ഇച്ഛാസ്വയം വരെ. അപ്പോ നീതിസത്തവനായ ആ ശ്രേഷ്ഠനായ നീതിബോധമുള്ള കേരള രാജാവ് അദ്ദേഹം പറഞ്ഞു എന്നാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് രാജാവ് പോയിട്ടുണ്ടാവും അല്ലേ? കേരള രാജാവ് പറഞ്ഞു എന്താ? രാജാവേ, നാത്ര യുദ്ധം പ്രകർത്തവ്യം. ഇവിടെ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല. കാരണം എന്താ? ഇവിടെ ഇച്ഛാസ്വയംവരത്തിൽ യുദ്ധം അത് ശരിയല്ല. ബലേന ഹരണം നാസ്തി നാത്ര ശുൽക്ക സ്വയംവര. ഇനി കന്യകയെ ബലമായി അപഹരിക്കുക അതും പാടില്ല. കാരണം എന്താ? ഇത് ശുൽക്ക സ്വയംവരമല്ല. ശുൽക്ക സ്വയംവരത്തിലാണ് അങ്ങനെ പതിവുള്ളത്. കന്യേച്ഛയാത് വരണം വിവാദ കീദൃശസ്തുഹ. അപ്പോ കന്യകയുടെ ഇച്ഛയനുസരിച്ചുള്ള വരണമാണ്, വിവാഹമാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വിവാദ കീദൃശസ്തുഹ, ഇവിടെ വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഒരൊറ്റ കാര്യം, ആരെയാണോ ആ ശശികല വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ വിവാഹം ചെയ്യും. അതിൽ മറ്റൊരു യുദ്ധത്തിൻ്റെയോ ബലേന പിടിച്ചുകൊണ്ടുപോകാനോ ഒന്നും പാടില്ല. അന്യായേന ത്വയാപൂർവം അസൗ രാജ്യാൽ പ്രവാസിത ദൗഹിത്രായ അർപ്പിതം രാജ്യം ബലവൻ നൃപസത്തമ. ഹേ രാജസത്തമ, രാജശ്രേഷ്ഠ, ഒരു ന്യായവുമില്ലാതെയല്ലേ പണ്ട് അങ്ങ് ഇവനെ, ഈ സുദർശനനെ രാജ്യഭ്രഷ്ടനാക്കിയത്? എന്നിട്ട് ദൗഹിത്രായ അർപ്പിതം രാജ്യം ബലവൻ നൃപസത്തമ, ബലാത്കാരേണ രാജ്യം ദൗഹിത്രനായ ശത്രുജിത്തിന് നൽകുകയും ചെയ്തു അല്ലേ? അപ്പോ കാകുൽസ്ഥോയം മഹാഭാഗ കോസലാധിപതേസുത കഥമേനം രാജപുത്രം ഹനിഷ്യസി നിരാഗസം. ഹേ മഹാഭാഗ, കാകുൽസ്ഥനാണ് ഈ രാജകുമാരൻ, കോസല രാജാവിന്റെ പുത്രനാണ്. കോസലാധിപതേസുത, ഒരു പാപവും ചെയ്യാത്ത നിരാഗസം രാജപുത്രം കഥമേനം ഹനിഷ്യസി. എങ്ങനെയാണ് ഒരു പാപവും ചെയ്യാത്ത ഇദ്ദേഹത്തെ കൊല്ലണത്? എന്തിനാണ് വധിക്കണത്? ലപ്സ്യസേ തദ്ഫലം നൂനം അനയസ്യ നൃപോത്തമ ശാസ്താസ്തി കശ്ചിത് ആയുഷ്മാൻ ജഗതോസ്യ ജഗത്പതി. ഈ നയമില്ലായ്മയുടെ ഫലം അങ്ങ് അനുഭവിക്കും, ഈ ദുർനയത്തിന്റെ ഫലം അങ്ങ് അനുഭവിക്കും.
ജഗത്പതിയായ ശാസ്താസ്തി കശ്ചിത് ആയുഷ്മൻ ജഗതോസ്യ ജഗത്പതി, ഈ ജഗത്തിൻ്റെ മുഴുവൻ നാഥനായി ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് എന്നങ്ങ് മറക്കരുത്. ധർമ്മോ ജയതി നാധർമ്മ, ധർമ്മമാണ് ജയിക്കുക, അധർമ്മമല്ല. സത്യം ജയതി നാനൃതം, സത്യമാണ് ജയിക്കുക, അസത്യമല്ല. മാനയം കുരു രാജേന്ദ്ര ത്യജ പാപമതിയും കില, രാജാവേ അങ്ങ് നയമില്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പോ ആ നയമില്ലായ്മ ഇവിടെ കാട്ടരുത്. മാനയം കുരു രാജേന്ദ്ര ത്യജ പാപമതിം കില, ഈ പാപമായി നിറഞ്ഞ ബുദ്ധിയെ, പാപമതി, പാപം നിറഞ്ഞ ആ മതി ബുദ്ധി, അതിനെ ഉപേക്ഷിക്കൂ. ദൗഹിത്രസ്തവ സംപ്രാപ്ത സോപി രൂപസമന്വിത, അങ്ങയുടെ ദൗഹിത്രൻ ആ ശത്രുജിത്ത് വന്നിട്ടുണ്ട്, അവനും അതെ രൂപസമന്വിത, നല്ല സൗന്ദര്യമുള്ളവനാണ്. രാജ്യയുക്തസ്തഥ, രാജ്യമുള്ളവനാണ്. ശ്രീമാൻ, ശ്രീമാനാണ്. കഥം തം ന വരിഷ്യതി, അപ്പോ എന്തുകൊണ്ട് രാജകുമാരി അവനെ വരിക്കുകയില്ല? അപ്പൊ അവനും അവിടെ പോയി നിൽക്കട്ടെ. രാജകുമാരിക്ക് ശത്രുജിത്തിനെയാണ് ഇഷ്ടമെങ്കിൽ ശത്രുജിത്തിനെ, സുദർശനെയാണെങ്കിൽ സുദർശനെ, അതല്ല മറ്റൊരാളെയാണെങ്കിൽ മറ്റൊരാളെ. അതാണല്ലോ ഇച്ഛാസ്വയംവരത്തിന്റെ രീതി. അങ്ങ് ഈ പാപം നിറഞ്ഞ ബുദ്ധി ഉപേക്ഷിക്കൂ. ഇവിടെ യുദ്ധത്തിനോ വിവാദത്തിനോ സ്ഥാനമില്ല. അന്യേ രാജസുതാകാമം വർത്തന്തേ ബലവത്തരാഹ, കന്യാസ്വയംവരെ കന്യാ സ്വീകരിഷ്യതി സാമ്പ്രതം. ബലവാന്മാരായിട്ടുള്ള അനേകം രാജാക്കന്മാർ പിന്നെയും വന്നിട്ടുണ്ട് ഇല്ലേ? കന്യ സ്വയം ആരെ വരിക്കുന്നു, ആ വിവാഹത്തിൽ അവൾ ആരെയെങ്കിലും സ്വീകരിക്കും. നമ്മളതിൽ ഇടപെടേണ്ടതില്ല എന്നാണ്. വൃതേ തഥാ വിവാദക്ക പ്രവദന്തു മഹീഭുജ. അങ്ങനെ ആണ് കാര്യങ്ങൾ എന്നിരിക്കെ എന്തിനാണ് ഒരു വിവാദം? പ്രവദന്തു മഹീഭുജ, അല്ലയോ രാജാക്കന്മാരെ നിങ്ങൾ പറയൂ. പരസ്പരം വിരോധോത്ര എന്ന കർത്തവ്യോ വിജാനത. അറിവുള്ള ആളുകൾ തമ്മിൽ ഒരിക്കലും ഇത്തരത്തിൽ വിരോധം ഉണ്ടാവാൻ പാടില്ല എന്ന് നീതിസത്തമനായിരിക്കുന്ന ആ കേരളാധിപതി പറയുന്നതോടുകൂടിയാണ് തൃതീയ സ്കന്ധത്തിൽ 19ാമത്തെ അധ്യായം സമർപ്പിക്കപ്പെടുന്നത്. 20ാമത്തെ അധ്യായത്തോടുകൂടി നമുക്ക് നാളെ ആരംഭിക്കാം. ഒരിക്കൽ കൂടി നാളെ മുതൽ TDM ഹാളിൽ ആരംഭിക്കുന്ന സപ്താഹ യജ്ഞത്തിലേക്ക്, എറണാകുളത്ത് TDM ഹാളിൽ ആരംഭിക്കുന്ന സപ്താഹ യജ്ഞത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.